ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗീ റൈസ് ആണ്. എല്ലാവരും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഗീ റൈസ് ആണെന്ന് അറിയത്തില്ല. എന്റെ രീതിയിലുള്ള ഗീ റൈസ്, ഒരു തട്ടിക്കൂട്ട് ഗീ റൈസ്. ഓക്കെ, അതിനുള്ള സാധന സാമഗ്രികളാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വാ, അപ്പോൾ നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യമായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഞാൻ ഈ നെയ്യാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുത്താലോ? നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം കേട്ടോ. ഈ ഗീ റൈസ് ബിരിയാണിക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇല്ലാതെ എന്താ അല്ലേ? കുറച്ച് ടേസ്റ്റ് ഒക്കെ വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണം. എനിക്ക് അങ്ങനെ കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യണേ. നമ്മുടെ അണ്ടിപ്പരിപ്പ് അങ്ങനെ വറുത്ത് പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി നമ്മുടെ മുന്തിരി വറുത്ത് പോരാമേ. അങ്ങനെ നമ്മുടെ മുന്തിരി വറുത്ത് പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ, സ്ലൈസ് ആയിട്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ സവാളയും കൂടെ വറുത്ത് പോയി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സവാളയും വറുത്ത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ ഗീ റൈസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മറ്റേ ഗരം മസാല കൂടുതലുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അതെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. ഫസ്റ്റ് ഈ സവാളയും മുന്തിരിയൊക്കെ വഴറ്റുന്നില്ല, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയിൽ വഴറ്റാം. എനിക്ക് നെയ്യുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതും നെയ്യിലാട്ടോ വഴറ്റിയത്. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇതെൻ്റെ ഒരു തട്ടിക്കൂട്ടി ഗീ റൈസ് ആണ്. എനിക്കിങ്ങനെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചുണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ മൂത്ത് വന്ന സമയത്ത് നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാരറ്റ് മാത്രം ഇപ്പോൾ പച്ചക്കറിയായിട്ടുള്ളതുകൊണ്ട് ഞാൻ ക്യാരറ്റ് മാത്രം എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാമേ. മറ്റേ നമ്മുടെ ഗ്രീൻ പീസ് അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ ക്യാരറ്റ് മാത്രമേ എടുത്തുള്ളൂ. അപ്പം ജസ്റ്റ് ക്യാരറ്റ് ഒന്ന് വഴണ്ട് വരട്ടോ കേട്ടോ. എന്നിട്ട് ബാക്കി ഐറ്റംസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അത്ര മതി കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് ബസുമതി റൈസ് ആണ് ഞാൻ ഇട്ടേക്കുന്നത്. കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് എടുത്തിട്ട് ഒരു ഹാഫ് ആൻ അവർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതുകൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ അരി ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഇതിനകത്തിട്ടൊന്ന് നെയ്യിലൊന്ന് ചെറുതായിട്ട് വറുക്കണം. എന്ന് വെച്ചാൽ മൂപ്പിക്കല്ല, ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാമേ. അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ അരിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ നമ്മുടെ സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിട്ടില്ലേ, അതൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഫുൾ ഇടണ്ട, ഫുൾ ബാക്കി നമുക്ക് ലാസ്റ്റ് ഇടാം. ഇപ്പൊ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കുറച്ച് സവാള വട്ടി ഇട്ടിട്ടുണ്ട്. ഈ സമയമാണ് നമുക്ക് അരി വേവാനായിട്ട് അരിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇടേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് കേട്ടോ. എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ പ്രശ്നമുണ്ട്. ഉപ്പ് കുറച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വേണമെന്ന് തോന്നും. അതുകൊണ്ട് ആദ്യമേ കുറച്ചിടാം, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇടാം കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഉപ്പുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് പിന്നെ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പുണ്ട് കേട്ടോ. നമുക്ക് ഒരു നാരങ്ങയുടെ ഹാഫ് ഇതിലോട്ട് പിഴിഞ്ഞ് ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് വിട്ട് കിട്ടും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന മാതിരി ഫീൽ ആവും. അപ്പോൾ നമുക്ക് ഒരു നാരങ്ങ നീരൂടെ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് നമ്മുടെ കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ വരണം കേട്ടോ. ഒരൊറ്റ വിസിൽ മതി. അങ്ങനെ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാമേ. നമ്മുടെ ഗീ റൈസ് അവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് സലാഡ് ഉണ്ടാക്കാം കേട്ടോ. സലാഡിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാളയും ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കുറച്ച് ഉപ്പിട്ടെടുക്കാം. അത്ര ഒരു സിമ്പിൾ സലാഡ്, അത് മതി നമുക്ക്. അങ്ങനെ നമ്മുടെ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ കുക്കറിന് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു വിസിൽ വന്ന് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് തുറന്നാൽ മതിയേ. അപ്പോഴത്തേക്ക് കുറച്ച് ആവിയൊക്കെ പോയി നന്നായിട്ട് റൈസ് വെന്തൊക്കെ കിട്ടും. നമുക്കപ്പോൾ വിസിലൊക്കെ വന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാമേ. അങ്ങനെ നമ്മുടെ കുക്കറിന്റെ വിസിൽ വരാൻ വേണ്ടി വെയിറ്റിംഗിലാണ് ഗൈസ്. ഒരൊറ്റ വിസിൽ അടിച്ചാൽ മതി, അപ്പോൾ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗീ റൈസ് റെഡി. വിശക്കുന്നുണ്ട് കുറച്ച്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. ഉച്ചയ്ക്ക് ഒരു 1-2 മണിയൊക്കെ അപ്പോഴാണ് ഫുഡ് കഴിച്ചത്. ഇനിയിപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കിയിട്ട് അത് കഴിക്കണം, ഉറങ്ങണം. പിന്നെ രാവിലെ എനിക്ക് വീണ്ടും ഡ്യൂട്ടിക്ക് പോകണം. പിന്നെ തിരിച്ചു വരണം, ഇതുപോലെ എന്തെങ്കിലും കുക്കിംഗ് വീഡിയോ ചെയ്യണം. അതൊക്കെയാണ് നമ്മുടെ ടൈം പാസ്. വീട്ടിൽ വേറെ ഒന്നുമില്ല. നമുക്ക് നോക്കാം. ഇപ്പോൾ വിസിൽ വരുമായിരിക്കും. കുറച്ച് 5 മിനിറ്റ് ഞാൻ വെയിറ്റ് കൊണ്ടിരിക്കും. ഇപ്പോൾ വരുന്നു. വരുന്നില്ല അങ്ങോട്ട്. ഇപ്പോൾ വരുമെന്ന് തോന്നുന്നു. റെഡി 1 2 3 പ്രോത്സാഹിപ്പിച്ചിട്ട് വരുന്നില്ല. ഇപ്പോൾ വരുമായിരിക്കും, നോക്കാം. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ വിസിൽ വരുന്നില്ല ഗൈസ്. വിസിലപ്പോൾ പതുക്കെ വരട്ടെ അല്ലേ. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ 15 മിനിറ്റ് ശേഷം നമുക്ക് കുക്കർ തുറക്കാം ഗൈസ്. അപ്പോൾ അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് നമ്മുടെ ഗീ റൈസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. വിസിലെല്ലാം പോയിട്ടുണ്ടേ. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. റൈസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാലൻസ് ആയിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ഐറ്റംസ് ഒക്കെ എടുത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാമേ. അങ്ങനെ എൻ്റെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഗീ റൈസിൻ്റെ കൂടെ കുറച്ച് സലാഡ് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു 3 മുട്ട പുഴുങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പപ്പടം കൂടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം എന്നത്തെയും പോലെ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അങ്ങനെ എപ്പോഴത്തെയും പോലെ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ഗീ റൈസ്, പിന്നെ ഒരു പപ്പടം, ഒരു മുട്ട, കുറച്ച് സലാഡ്, കുറച്ച് അച്ചാർ നമുക്ക് ഇരിപ്പുണ്ടാകും. കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ട്.
അപ്പോൾ എപ്പോഴും എല്ലാവരും വിചാരിക്കും ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ കൊള്ളാമെന്ന് പറയുന്നത്. വേറെ ആരും ടേസ്റ്റ് ചെയ്യാൻ വരുന്നില്ല. വിഷ്ണയുടെ മാത്രമുണ്ട് ഇവിടെ. വിളിച്ചാൽ വരണ്ടേ, ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തട്ടിക്കൂട്ട് ഗീ റൈസ് ആണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.